ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. മോർണിംഗ് വ്ലോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, അതും രാവിലത്തെ. അപ്പോൾ ഇന്നിതാ ഒരു ഏകദേശം ഒരു 6 മണി 6:30 ആ സമയമാണിപ്പോൾ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയാണ്, അടിച്ച് പൊളിച്ച് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല രസമായിട്ട് സീനറി കിട്ടി. അപ്പോൾ അതൊന്ന് ഞാൻ എടുത്തു. എന്നിട്ട് ഇതാ ഞാൻ വന്ന് നോക്കി, അപ്പോൾ 2 പേരും നല്ല ഉറക്കമാണ് കേട്ടോ. 2 പേര് സുഖനിദ്ര. കൊതിയാവണം അങ്ങനെ കാണുമ്പോൾ, അങ്ങനെ കിടന്നുറങ്ങാൻ. പക്ഷെ എനിക്കങ്ങനെ ഉറക്കം വന്നില്ല. അല്ലെങ്കിലും സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. ഇന്നതേ അമ്മ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഡ്ഡലിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലിയുടെ ബാറ്ററാണ് അമ്മ അത് തലേദിവസം തന്നെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് തട്ടിലേക്ക് ഒഴിക്കാം, ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതേ അമ്മ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടെ എന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. കാരണം ചേട്ടൻ നൈറ്റ് ഡ്യൂട്ടിയാണ് കൂടുതലും. അപ്പോൾ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും നിർബന്ധമാണ്. ഇനിയിപ്പോൾ ചേട്ടൻ നിർബന്ധമില്ലെങ്കിൽ അമ്മയ്ക്ക് അത് ഉണ്ടാക്കി കൊടുത്താലേ ഒരു സംതൃപ്തി ഉള്ളൂ. അപ്പോൾ അമ്മ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ എല്ലാ തട്ടിലും എന്തെങ്കിലും ഒഴിച്ചൊഴിച്ച് അവസാനമായിട്ടുണ്ട്. എനിക്കും പേഴ്സണൽ ഫേവറേറ്റാണ് ഇഡ്ഡലി. ദോശയെക്കാളും എനിക്കിഷ്ടം ഇഡ്ഡലിയാണ്. ഇഡ്ഡലി സാമ്പാർ ഇതാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടെന്ന് കൂടി അറിയുമ്പോൾ അമ്മ ഇഡ്ഡലിയാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലി ഇതേ തട്ടിൽ മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതാ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. അമ്മ ഇറക്കി വെച്ചു, 2 തട്ടും ഇറക്കി വെച്ചു കേട്ടോ. ഇത് നമ്മുടെ കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള ഇഡ്ഡലി പാത്രമാണ് കേട്ടോ. ഇത് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എത്ര കാലമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ ഇഡ്ഡലി കുക്കറിൻ്റെയൊക്കെ സമയത്ത് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇഡ്ഡലി പാത്രമാണ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ പറയുക. അപ്പോൾ ഇതൊരു ഗോൾഡ് തന്നെയല്ലേ. അതെ. അപ്പോൾ അതേ അടുത്ത ഇഡ്ഡലി തട്ടിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിനി ഇഡ്ഡലി പാത്രം തുറന്നിട്ട് വെച്ച് ഇഡ്ഡലി എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് എളുപ്പത്തിന് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അത് നേരത്തെ തന്നെ ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നേരത്തെ വെച്ച ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ 2 തട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ നോക്കി വെന്തോന്ന് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പം അമ്മ അത് എടുത്തു. അടുത്ത് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചത് അമ്മ അതിൽ വെച്ചു കേട്ടോ. ഇനി അതിരുന്ന് വേവട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും കുഞ്ഞുമോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലല്ലൂസിൻ്റെ അടുത്തേക്ക് കൂടി ചെന്ന് എഴുന്നേറ്റ് കിടക്കുന്നവൻ നല്ല സുഖമായിട്ടുള്ളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടാണ് രാവിലെ എഴുന്നേറ്റേക്കണേ. ഇങ്ങനെ എന്നോട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ട് മൂളിയിട്ടൊക്കെയാണ് ആൾ കിടക്കണേ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലിനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുന്നത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള പൂ പോലെ ഇഡ്ഡലി ഇവിടെ റെഡിയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്കതൊന്ന് കഴിച്ച് നോക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരാൾ കളിക്കാൻ നിൽക്കുക. ഒന്നങ്ങോട്ട് നീക്കി വെച്ചു, ഒന്നങ്ങോട്ട് നീക്കി വെച്ചു, ഒന്നങ്ങോട്ട് നീക്കി വെച്ചു. വയ്യ. ഫൈനലി ഇതാണ് നമ്മുടെ പുട്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കഴിക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി സാമ്പാർ റെഡിയാണ്. നമ്മൾ കുക്കറിലാണ് സാമ്പാർ വെച്ചിട്ടുള്ളത്. നമ്മൾ സാമ്പാർ പൊടി ഇട്ടിട്ടാണ് സാമ്പാർ വയ്ക്കുക. അതാണ് എനിക്കിഷ്ടം, ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അത് കഴിഞ്ഞു. ഇത് ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള മത്തങ്ങയാണ് കേട്ടോ. അവന് രാവിലെ മത്തങ്ങ പുഴുങ്ങി ഉടച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. മത്തങ്ങ പുഴുങ്ങി അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ അതിങ്ങനെ അപ്പുറത്തെ അടുപ്പിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ്.
അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഇഡ്ഡലി സാമ്പാർ ഇവിടെ റെഡിയാണ്. കഴിക്കാൻ ഞങ്ങളും. അപ്പോൾ അത് അപ്പു ഓൾറെഡി കഴിച്ചു തുടങ്ങി. അവന് സാമ്പാറൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവന് പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയിൽ മുക്കിയിട്ടാണ് മൂപ്പരാൾ ഇഡ്ഡലി കഴിക്കണത് കേട്ടോ. അപ്പോൾ കഴിച്ചതിൻ്റെ റിസൾട്ട് പറയാൻ പറഞ്ഞു ഞാൻ. അപ്പോൾ നന്നായി ആസ്വദിച്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ കഴിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞു മൂപ്പര് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.